നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 1201 വർഷഫലങ്ങൾ, അതായത് 2025 ആഗസ്റ്റ് 17 മുതൽ 2026 ആഗസ്റ്റ് 16 വരെയുള്ള മിഥുനക്കൂറുകാരുടെ ഫലങ്ങൾ. മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകയിരത്തിൻ്റെ 2ാം പകുതി, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം. ഇവരെക്കുറിച്ച് പറഞ്ഞാൽ ആരോഗ്യകാര്യത്തിൽ മെച്ചമുണ്ടാകുന്ന ഒരു വർഷമാണ്. രോഗാവസ്ഥകൾക്കൊക്കെ പരിഹാരമുണ്ടാകുന്ന കാലഘട്ടമാണ്. പലവിധത്തിൽ രോഗാവസ്ഥകളൊക്കെ വരാമെങ്കിലും വലിയ ചികിത്സകളൊന്നും ഇല്ലാതെ തന്നെ ശമനമുണ്ടാകുന്ന കാലമാണ്. മനക്ലേശങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ അതിന് ശമനവും ഉണ്ടാകും. തുടക്കത്തിൽ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് പരിഹരിക്കപ്പെടും. വിവാഹ വിഷയമെടുത്താൽ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള വിവാഹത്തിന് സാധ്യതയുണ്ട്. പൂർണ്ണമായും ഒരു അന്വേഷണത്തിലൂടെയാകണം വിവാഹം. കുഴപ്പങ്ങളിലൊക്കെ ചെന്നപ്പെടാതെ വളരെ സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. ദാമ്പത്യ വിഷയങ്ങളിലുള്ള വൈഷമ്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. കേസ്, കലഹം മുതലായവയുമായി പോയവരിൽ പലരും വീണ്ടും യോജിക്കുവാൻ സാധ്യതയുണ്ട്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാപുരോഗതി മുൻവർഷത്തെ അപേക്ഷിച്ച് വളരെ മെച്ചമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ യോഗം ഉണ്ടാകുന്ന സമയമാണ്. പ്രതീക്ഷിക്കുന്ന പഠനം, വിദേശ പഠനം മുതലായവയ്ക്കും സാധ്യതയുണ്ട്. സാമ്പത്തിക പുരോഗതി കൈവരും. മുടങ്ങിക്കിടന്ന സംരംഭങ്ങളൊക്കെ പുനരാരംഭിക്കുവാൻ സാധിക്കും. കൂട്ടു സംരംഭങ്ങളിലൂടെയോ ഒറ്റയ്ക്കോ പ്രവൃത്തികളിൽ വിജയവും ധനസിദ്ധിയും പ്രതീക്ഷിക്കാം. ജനുവരി കഴിയെ കൂടുതൽ മെച്ചപ്പെട്ട സമയമായിരിക്കും. കാർഷിക പുരോഗതി, ബിസിനസ് പുരോഗതി, വിദേശ ധനസിദ്ധി, മറ്റ് മേഖലകളിൽ നിന്ന് വരുമാനം ഇവയൊക്കെ ഉണ്ടാകും. മെച്ചപ്പെട്ട ഭൂമി വാങ്ങി ഉത്തമ ഭവന നിർമ്മാണത്തിനും നല്ല വാഹനയോഗത്തിനും സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് വിജയവും മെച്ചപ്പെട്ട തൊഴിൽ ലഭ്യതയും സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും സ്ഥാനമാനങ്ങളും പ്രതീക്ഷിക്കാം. ഇൻ്റർവ്യൂകളിൽ വിജയമുണ്ടാകും. പലവിധത്തിൽ കർമ്മപുരോഗതി ഉണ്ടാകും. പ്രതീക്ഷിക്കാതെ പലവിധ ഭാഗ്യാനുഭവങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുക, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. ഗണപതി പ്രീതിയും നവഗ്രഹ പൂജയും ചെയ്യുന്നത് ശുഭകരമായിരിക്കും.